Dear students, today we conduct a session regarding African literatures in English. Previous sessions, we discussed American literature, British English literature. Today, we come to African literature in post-colonial context. I told you English language or English literature. English literature was defined in various ways. Whenever we talk about African literature, and the first of all we come to Africa itself. Africa, in the Middle Ages, Africa was described as the dark continent. Actually, it was also believed that the continent lacked uniformity of any kind in terms of ethnic origin, language and cultural practice. ആഫ്രിക്കയെക്കുറിച്ച് നമുക്ക് അറിയാം. ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് മധ്യകാലഘട്ടത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ലാംഗ്വേജ് പല ലാംഗ്വേജുകളിൽ നിന്നും കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള ലാംഗ്വേജ് അത് ഇപ്പോൾ എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഇൻ ദ ലാൻഡ് ഓഫ് കാപ്പിരീസ്, കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാ വിവരണം പലരും വായിച്ചിട്ടുണ്ടാവാം. അതിൽ പലപ്പോഴും അവരുടെ കൾച്ചറൽ പ്രാക്ടീസുകളെ കുറിച്ച്, അവരുടെ കൺവെൻഷൻസിനെ കുറിച്ച്, അവരുടെ റിച്വൽസിനെ കുറിച്ച് എല്ലാം അതിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ്. വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വായിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വിചിത്രമായ പല ആചാരങ്ങളും അവർക്കിടയിൽ നിലനിന്നിരുന്നു. ഉപ്പിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു അവർ. ഉപ്പ് നമ്മൾ കറി ഉപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ള സാധനം, അതിനോട് വലിയ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അതിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരാണെന്ന് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശുദ്ധിയില്ലാതെ അശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർ നീര് വന്ന് വീർത്ത് കെട്ടി മരിച്ചു പോകുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു, ആഫ്രിക്കൻസിൻ്റെ ഇടയിൽ. തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അന്നേ ദിവസം ഉപ്പ് തൊടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എസ്.കെ. പൊറ്റക്കാട് ഇതേപോലെയുള്ള ഒരുപാട് അവരുടെ ഇടയിലുണ്ടായിരുന്ന മതാചാരങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ആഫ്രിക്ക ഒരു ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേരിലൊക്കെ അത് അറിയപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഡ്യൂറിങ് ദ പ്രീ കൊളോണിയൽ പീരീഡ്, കൊളോണിയൽ കാലഘട്ടത്തിന് ആ കാലഘട്ടങ്ങളിൽ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള സമയങ്ങളിൽ ദ കോണ്ടിനെന്റ് ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ഒറേച്ചർ റാദർ ദാൻ ലിറ്ററേച്ചർ. Poetry of the period includes narrative epic, occupational verse and ritual verse and praise poems to rulers and other prominent people. I told you the continent had a history of orature rather than literature. What is meaning of orature? And it is expected a question as a paragraph question or a short question from the African literature oratures. ഒറേച്ചറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഡിസ്കസ് ഹിയർ ഒറേച്ചേഴ്സ്. പ്രീ ലിറ്ററേച്ചർ സൊസൈറ്റീസ് ഹാവ് നോ റിട്ടൺ ലിറ്ററേച്ചർ but may possess rich and varied oral traditions such as folk epics, folklore, proverbs and folk song that effectively constituted an oral literature or oral transmission. ഒറേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പ്രീ ലിറ്ററേച്ചർ സൊസൈറ്റികളിലൊക്കെ സാധാരണ എഴുതപ്പെട്ട രൂപത്തിലുള്ള, അതായത് വരമൊഴികളായിട്ട് രൂപപ്പെടുന്നതിന് മുമ്പ് വാമൊഴികളായിട്ട് നിലനിന്നിരുന്ന ഘടകങ്ങളാണ്. ഒരു സമൂഹത്തിൻ്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ വരമൊഴി എന്ന പേരിലും ഒറേച്ചർ എന്നുള്ളത് വാമൊഴികൾ എന്ന പേരിലുമാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എഴുതപ്പെട്ട സാഹിത്യകൃതികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ മുമ്പ് വാമൊഴികളായിട്ട് ഏതെല്ലാം ഫോക്ക്ലോറുകൾ, നാടോടി ഗാനങ്ങളും ഫോക്ക് സോങ്സ്, അതുപോലെ പ്രൊവേബ്സുകൾ, അതുപോലെ പോയംസ് ആൻഡ് ഫോക്ക് എപ്പിക്സുകൾ, ഇതൊക്കെ അവരുടെ ഇടയിൽ വാമൊഴികളായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന എല്ലാ സൊസൈറ്റികൾക്കും. പ്രീ ലിറ്ററേച്ചർ സൊസൈറ്റികളിലെല്ലാം ഒരു പ്രത്യേകത കാണാം.
ഇതിൽ ഏറ്റവും ഒരു റിച്ച് ട്രഡീഷൻ കാണാവുന്ന പർട്ടിക്കുലർലി വിതിൻ ദ ഫോമൽ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വി നോ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ഒറേച്ചർ റാദർ ദൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിനേക്കാൾ കൂടുതൽ, വരമൊഴികളേക്കാൾ കൂടുതൽ വാമൊഴികളായി എഴുതപ്പെട്ട ചരിത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിന് നമുക്ക് പകർന്നു നൽകുന്നത്. The telling of the urban legends may be considered an example of oral literature. ഇതൊക്കെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകതകൾ. അതാണ് ഒറേച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒറേച്ചേഴ്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Okay, next point regarding African literature, I introduce a thing, the trickster story. What is a trickster story? One popular form of the traditional African folktale is the trickster story, where a small animal uses its wit to survive encounters with large creatures. എന്താണ് ട്രിക്സ്റ്ററുകൾ എന്നാണ്. ട്രിക്സ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ ആഫ്രിക്കൻ ഫോക്ടെയിലാണ്. ട്രിക്സ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കൊച്ചു മൃഗങ്ങൾ, വലിയ മൃഗങ്ങൾ അവയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാകുന്ന ചില സൂത്രങ്ങൾ പ്രയോഗിച്ചൊക്കെ രക്ഷപ്പെടുന്ന ചില കഥകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ബാലരമയിലും ബാലമംഗലത്തിലൊക്കെ സാധാരണ കാണുന്ന രൂപത്തിലുള്ള ചില കുറുക്കൻ്റെയും മറ്റുള്ളതിൻ്റെ ഒക്കെ മുയലിൻ്റെയും ഒക്കെ കൗശലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. വലിയ മൃഗങ്ങളെ പറ്റിച്ചിട്ട് അത് കടന്നു കളയുന്ന രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രൂപമാണ് ഈ ട്രിക്സ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട വൺ പോപ്പുലർ ഫോം ഓഫ് ദ ട്രഡീഷണൽ ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ ഈസ് ദ ട്രിക്സ്റ്റർ സ്റ്റോറി, വെർ എ സ്മാൾ ആനിമൽ യൂസസ് ഇറ്റ്സ് വിറ്റ്സ് ടു സർവൈവ് എൻകൗണ്ടേഴ്സ് വിത്ത് ലാർജർ ക്രിയേച്ചേഴ്സ്. Next point, we have to discuss the African literature. With the arrival of Islam, Africans were introduced to Arabic traditions. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് സാധാരണ ഇസ്ലാമിൻ്റെ വരവോടുകൂടി അറബിക് ഭാഷ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ജസ്റ്റ് ബിഫോർ ഐ മെൻഷൻഡ് ദ ലാംഗ്വേജ് സ്വാഹിലി. സ്വാഹിലി മീൻസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോസ്റ്റൽ ലാൻഡ്. സ്വാഹിലി ഭാഷയെക്കുറിച്ച് കുറച്ച് തൊട്ട് മുമ്പാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സ്വാഹിലി ഭാഷയിൽ സാധാരണ അറബിക് ഭാഷയുടെ ഒരുപാട് സ്വാധീനങ്ങൾ കാണാം. ഉദാഹരണം, അറബിക് ഭാഷയിൽ സമക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. സ്വാഹിലി ലാംഗ്വേജിലേക്ക് വരുമ്പോൾ സമക്കി എന്നാണ് പറയുക. സമക്കി എന്ന് പറഞ്ഞാൽ മത്സ്യം. മോസ്റ്റ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ഇമ്പോർട്ടഡ് ടു സ്വാഹിലി ടേക്ക് ആൻ ഇ എൻഡിങ്. ചില ഫോറിൻ വേർഡ്സുകളൊക്കെ സ്വാഹിലി ഭാഷയിലേക്ക് വരുമ്പോൾ ഈ സൗണ്ടിൽ അത് അവസാനിക്കുന്നത് കാണാം. അതാണ് സമക്ക് എന്ന് പറഞ്ഞപ്പോൾ സമക്കി എന്ന് പറഞ്ഞത്. With the arrival of Islam, Africans were introduced to African traditions. The University of Timbuktu contains some of the manuscripts written in Arabic and native languages. Okay, next point, the colonial period of African literature. The colonial period of African literature began with the arrival of European powers in Africa. ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നതുപോലെ തന്നെ ആഫ്രിക്കയിലേക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കൊക്കെ കടന്നു ചെല്ലുന്നതോടുകൂടി തന്നെയാണ് അവരുടെ കൊളോണിയൽ പീരീഡ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. ആസ് ടു ഇന്ത്യൻസ്, ഇംഗ്ലീഷ് വാസ് എ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് വിസ്ഡം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷ എത്രത്തോളം അവരുടെ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് വിസ്ഡം എന്നുള്ള രൂപത്തിൽ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രൂപത്തിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് വാസ് ഇൻ്റർപ്രറ്റഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ലിബറേഷൻ ആൻഡ് കൾച്ചർ ആസ് ടു ആഫ്രിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാംഗ്വേജ് ഓഫ് ലിബറേഷൻ ആൻഡ് കൾച്ചർ എന്നുള്ള രൂപത്തിലാണ് അവർ ഇംഗ്ലീഷ് ഭാഷയെ കണക്കാക്കുന്നത്. Though England was the only one of the major European powers, English was interpreted as the language of liberation and culture. Most African nations had gained their independence, and this period also witnessed a literature of revolt. 1960 പല ആഫ്രിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുകയുണ്ടായി കൊളോണിയൽ നുഖത്തിൽ നിന്ന്. ഈ കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് ലിറ്ററേച്ചർ ഓഫ് റിവോൾട്ട് എന്നുള്ള ഒരു രൂപത്തിലാണ് അറിയപ്പെടുന്നത്.
പലപ്പോഴും ആൻഡ് വി നോ ദ സോയിങ്ക ബിക്കമിങ് ദ ഫസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആഫ്രിക്കൻ റൈറ്റർ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1986. 1986 ആഫ്രിക്കൻ എഴുത്തുകാരനായിട്ടുള്ള സോയിങ്ക നൊബേൽ പ്രൈസ് സ്വായത്തമാക്കുന്നത്. വോൾസോയിങ്ക, ഹി വാസ് എ പ്ലേറൈറ്റ് ആൻഡ് എ പോയറ്റ്. He was the first post-independence African writer to win the Nobel Prize. Another writer, during the post-colonial phase, there appeared critical rereadings of European colonial texts. The finest example could be Chinua Achebe. Chinua Achebe's essays, An Image of Africa, and which uncovers the racist elements of one of the most celebrated critics of imperialism. മറ്റൊരു എഴുത്തുകാരനാണ്, നമുക്കറിയാം. ചിനു അച്ചബെയുടെ ഒക്കെ എസ്സേസൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഫ്രിക്കൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, വേറൊരു സബ് ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞത് ഒറേച്ചേഴ്സ് എന്നുള്ളതാണ്. ഒറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ.